എന്തിനാ ദൈവമേ നീ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു പരീക്ഷണം തരുന്നത്? എത്രത്തോളം പ്രാർത്ഥിച്ച് എത്രത്തോളം അങ്ങയുടെ മുമ്പിൽ കേണിട്ട് ഞങ്ങൾക്ക് ഈ ഒരു കുഞ്ഞിനെ തന്നു. എന്നിട്ടിപ്പോ അങ്ങ് തന്നെ കുഞ്ഞിനെ തിരിച്ചെടുക്കുകയാണ്. ഇത്രയൊക്കെ ആഗ്രഹം തന്നിട്ട് എന്തിനായിരുന്നു? എത്ര വട്ടം അങ്ങയോട് കേണ്, അങ്ങയോട് യാചിച്ച് ഞങ്ങളോട് കനിയണമേ, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളിൽ നിന്നും പിരിക്കരുത്, അവനെ ഞങ്ങൾക്ക് തന്നെ തരണേ. എടാ എന്തോ ചെയ്യണം സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഇത്രയും ആഗ്രഹിച്ചിരുന്ന് കിട്ടിയിട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇല്ലാന്ന് വയ്ക്കായിരുന്നു. ഇതിപ്പോൾ അറിഞ്ഞുകൊണ്ടുകൊണ്ട് കളയാന്ന് പറയുമ്പോഴത്തേക്ക് നീ വിഷമിക്കാതെ, എന്തായാലും നാളെ ആശുപത്രി പോകാൻ നിൽക്കല്ലേ, എന്തായാലും പോയിട്ടോ. സമാധാനം കിട്ടുന്നില്ലത്, എന്തോ ചെയ്യാൻ അറിയത്തില്ല. ദൈവം പരീക്ഷിക്കുന്നതായിരിക്കും. നീ വിഷമിക്കാതെ, എന്തായാലും എല്ലാം ശരിയാവും. ഇങ്ങനെ വിഷമിക്കാൻ നട്ട് എന്തോ കാര്യം? നീ വിഷമിക്കുമ്പോൾ അശ്വതിയും കൂടെ വിഷമിക്കത്തില്ലേ? അത് ഇല്ലായിരുന്നെങ്കിൽ ഇല്ലാന്ന് വയ്ക്കുക. ഇതിപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്ത് പറയണമെന്നും അറിയത്തില്ല. ദൈവങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ നടന്നു വരുന്നൊരു സംഭവം ഇത്. നമ്മൾ നേരിടുക, അതേ ഉള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും നീ വിഷമിക്കുക. എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ എന്തായാലും നമുക്കറിയാമല്ലോ. വിഷമിക്കാതിരി. ഏതായാലും നീ ഓക്കെ ആയിട്ടില്ല, നീ ഓക്കെ ആയിട്ട് ഇരിക്കുന്നതനുസരിച്ച് അശ്വതിക്ക് ഓക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റത്തോ? എനിക്ക് പറ്റുന്നില്ലടാ എന്നെ നിയന്ത്രിക്കാൻ. എന്തെല്ലാം പറഞ്ഞിട്ടും അവളുടെ മുമ്പ് ഞാൻ ഒന്നും കാണിക്കുന്നില്ല. മാക്സിമം സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ഞാൻ തനിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഒന്നും അല്ലാതായി പോവുക. നീ വിഷമിക്കുക, എന്തായാലും ഒക്കെ ശരിയാവും. എന്തായാലും നീ നാളെ ആശുപത്രി പോയിട്ട് എന്തായാലും. എൻ്റെ ദൈവമേ, ഇന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. റിസൾട്ട് അറിയുന്നവരെ ടെൻഷനാണ്. റെഡി ആയാ? ആയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാവട്ടെ, ടൈം ആവാറായി. ഫയൽ എടുക്കട്ടെ. സ്കാനിങ് കൂടി ഉള്ളയാ, അതിനനുസരിച്ച് വേണം പോവാനായിട്ട്. ജയ, ഞാൻ ഫയൽ എടുത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും എടുക്കാൻ മറന്നോ നോക്കണേ. എൻ്റെ ദൈവമേ, ഈ സ്തുതി. എന്തായാലും ആ ഭാരം അങ്ങ് മാറി കിട്ടി. എന്തൊരു ടെൻഷനായിരുന്നു. മരിച്ച് ജീവിക്കായിരുന്നു ഈ ഒരു 3 ദിവസം. മരിച്ച് എന്തായാലും കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ കിട്ടിയല്ല. അത് അറിഞ്ഞപ്പോഴാണ് ആശ്വാസമായത്. ഇത്രയും ദിവസം ഏത് അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരുന്നത്. ഇനി വേഗം ചെന്ന് കുറച്ച് ആപ്പിളും മുന്തിരി നട്ട്സൊക്കെ മേടിച്ചോണ്ട്. പിന്നെ മേടിക്കാം. ആ പൈനാപ്പിളും കപ്പയ്ക്കൊക്കെ വാങ്ങിച്ചോണ്ടും തരണമെന്നൊക്കെ ആലോചിച്ചിരുന്ന ആ ഒരു നിമിഷം, ആ ഡോക്ടറെ കണ്ടിറങ്ങിയതിൻ്റെ പുറകെയല്ലേ ഞാൻ കൊണ്ടേ വണ്ടി കുഴിയിലിട്ടത് തന്നെ പോകാൻ വേണ്ടിയിട്ട്. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും കയ്യും കാലും വിറയ്ക്കുക. അവരുടെ വാക്കും കേട്ട് നമ്മൾ ഈ കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞിരുന്നെങ്കിൽ എന്തോ അമ്മയ്ക്ക് അങ്ങനെ പറയാൻ തോന്നി. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്ന് കയറി കാണിച്ച്. അതല്ലെങ്കിൽ ദൈവം കൂടെ ഉണ്ടെന്ന് പറയുന്നില്ലേ, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് നമുക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടിയില്ലേ. എന്നാലും ആ ഒരു നിമിഷം ഒന്ന് അവരുടെ വാക്കും കേട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയിരുന്നെങ്കിലോ. അവരത്രയും തീർത്തു പറഞ്ഞില്ലേ ട്യൂബിലാണെന്ന്. അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയെല്ലാം കാണിച്ചത്. അവരാ പറയുന്നതും കേട്ടിട്ട് വന്ന് നിന്നെയും കൊണ്ട് ആ കുഴിയിൽ വരെ ഇട്ടത്. അവർക്ക് അതിന്റെ ഇത് ഏറ്റെടുക്കാനുള്ള ധൈര്യം ഇല്ലായിരിക്കും, റിസ്ക് ആണെന്ന് മനസ്സിലാക്കാതെ കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ലേ കയറി ചെന്നപ്പോഴേ പറഞ്ഞില്ലേ പറ്റത്തില്ല, പ്രഗ്നന്റ് ആകാൻ പറ്റത്തില്ല എന്നൊക്കെ. എന്നാ പിന്നെ അങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ, എന്നെ കൊണ്ട് പറ്റത്തില്ല, വേറെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. എന്തുമാത്രം പ്രാർത്ഥിച്ച് കാത്തിരുന്ന് ആഗ്രഹിച്ചൊരു കുഞ്ഞ്. ഒരു കാരണമില്ലാതെ ആ കുഞ്ഞിനെ നമ്മളോട് കളഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ. ഇനി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ്, ഇനി നമ്മുടെ കുഞ്ഞിനെ അവന് അല്ലെങ്കിൽ അവള് വരാനായിട്ട് കട്ട വെയിറ്റിങ്. എന്തായാലും പോയി റെസ്റ്റ് എടുക്കാം, എന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ടിരാ. നല്ല കാര്യമായിട്ട് വേണം, ഹെൽത്തി. പിന്നെ കാര്യമായിട്ട് തന്നെ എടുക്കാം. കാര്യമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ശരിയാണ്. ജയ, കുറച്ച് ചൂടുവെള്ളം എടുത്തു തരുവാ. എന്തോ? അതാ കൊണ്ടുവരാം. ജയ, ഒരു ഏത്തപ്പഴം എടുത്തേ.
അതാ വരുന്നു. ചായ, എനിക്ക് നല്ല ബിരിയാണി കഴിക്കാൻ തോന്നുന്നു. ഒരു ബിരിയാണി മേടിച്ചോണ്ട് തരുമോ? ഓ എന്തോ കൊണ്ടുവരാം. ഗർഭിണിയായപ്പോൾ ഞാൻ വിചാരിച്ച് വലിയ ജോലിയൊന്നും ഉണ്ടാകത്തില്ലെന്ന്. ഇതിപ്പം നേരത്തെ എൻ്റെ ഇരട്ടിയ പോലെ ആയല്ലോ. നല്ല മസാല ദോശ, നല്ല ചൂടുള്ള മസാല ദോശ കഴിക്കാൻ തോന്നുന്നു. മേടിച്ചോണ്ട് തരുമോ? വാങ്ങിച്ചരാം. എന്തുവാടെ ഇത്, ഇങ്ങനെയാണോ ഗർഭിണികൾ? ഇച്ചായ, എന്നെ ഒന്ന് എഴുന്നേപ്പിച്ചേ. എഴുന്നേക്കാൻ പറ്റുന്നില്ല. ചായ, ഫയർ. എന്തായിരുന്നു? എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. അതിന് എഴുന്നേക്കാൻ കുറേ നോക്കൊന്നും പറ്റുന്നില്ല. വയറിൻ്റെ അടിയും വേദനിക്കുന്നു. അതുകൊണ്ട് വിളിച്ച്. ഇനി പൊക്കോ, ഞാൻ പൊക്കോളാം. വേണോ? വേണ്ട, പറയാം. പിന്നെ ഞാൻ പോയിട്ട് വരുന്നവരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ചോറും കറി എല്ലാം വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ളത് എടുത്ത് കഴിക്കുക. അല്ലാതെ എഴുന്നേറ്റ് നടന്നൊന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. വരാൻ എന്തായാലും ലേറ്റ് ആവും. തന്നെ ഉള്ളതുകൊണ്ടൊരു പേടി. അത് ഞാൻ അപ്പുറത്തെ അമ്മയടുത്ത് എന്തായാലും പറഞ്ഞിട്ട് പോവാം. വരുന്നവരൊന്ന് കൂട്ടിരിക്കാൻ അമ്മയടുത്ത് പറയാം. എന്തായാലും വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ എഴുന്നേക്കണ്ട. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയൊന്ന് വിളിക്കുക. അമ്മ ഒന്ന് ചെയ്തു തന്നോളൂ കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതിരിക്കുകയോ അങ്ങനെയെല്ലാം വരുവാണെങ്കിൽ അമ്മേനെ ഒന്ന് വിളിക്കുക. ഫസ്റ്റ് അല്ലാതെ ഒന്നും ചെയ്യാൻ നിൽക്കല്ലേ. മാക്സിമം നേരത്തെ വരാൻ നോക്കണേ. വിളിക്കണേ ഇടയ്ക്ക്. വിളിക്കാം. എന്നാ പോയിട്ട് വരാവേ. ശരി. അതാവേ കാലത്തിനിപ്പോ വീണേനെ. എൻ്റെ കുഞ്ഞ്. എങ്ങനെ ഉണ്ടായിരുന്നടി? ഒന്നുമില്ല. ഒരു ഭയങ്കര സംഭവം നടന്നു. എന്തുവാ? ഞാനന്ന് വീഴാൻ പോയി. എവിടെ? അടുക്കളയിൽ. എങ്ങനെ? വെള്ളം കുടിക്കാനായിട്ട് അങ്ങോട്ട് പോയി. വെള്ളം ഗ്ലാസ്സിലെടുത്ത് കാല് സ്ലിപ്പായത് എന്താണോ. ഞാൻ അവിടെ കയറി പിടിച്ചോണ്ടൊന്നും പറ്റിയില്ല. പേടിച്ചരണ്ട് പോയി, വിറച്ച്. പിന്നെ അവസാനം കുറച്ചെങ്കിൽ അപ്പുറത്തെ അമ്മയെ വിളിച്ച് അമ്മ വന്ന് കുറച്ചേരൊക്കെ ഇരുന്ന് സംസാരിച്ച് ചായയൊക്കെ ഇട്ട് സംസാരിച്ചിട്ട് ഒപ്പം അങ്ങ് പോയതേ ഉള്ളൂ അമ്മ. ടെൻഷൻ അടിച്ചു നന്നായിട്ട്. വീണിരുന്നെങ്കിലോ? നിൻ്റെ അമ്മയ്ക്കും സമയമില്ല, എൻ്റെ അമ്മയ്ക്കും സമയമില്ല. ഒന്ന് കുറച്ച് നേരം ദിവസം നമ്മുടെ കൂടെ വന്ന് നിൽക്കാനായിട്ട്. ആരെ വിളിച്ചാൽ നിർത്താനായിട്ട്? എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഡെലിവറി കഴിയുന്നവരെ ഞാൻ എന്തായാലും ജോലിക്ക് പോകുന്നില്ല. എനിക്കും പേടിയാ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട്. പിന്നെ ഇടയ്ക്ക് ഛർദ്ദിക്കാൻ വന്ന് ഛർദ്ദിലും ക്ഷീണവും തലവേദന, ഭയങ്കര തലവേദനയായിരുന്നു. ഫുഡൊന്നും അങ്ങനെ കഴിക്കാനും പറ്റിയില്ല. ചോറിന് മണം ഒട്ടും പിടിക്കുന്നില്ല. പിന്നെ അപ്പുറത്തുനിന്ന് അമ്മയാണെങ്കിൽ ഉപ്പുമാവും പഴമൊക്കെ കൊണ്ട് തന്നു. അതൊക്കെ കഴിച്ച് ചായയും കുടിച്ചിട്ടിരിക്കും. ഇപ്പോൾ ചോറൊട്ടും കിട്ടുന്നില്ല കഴിക്കാനായിട്ട്. എന്തായാലും 5 ആയില്ലേ? 2 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവിടേക്ക് പോകുമല്ലോ, ഇടുക്കിക്ക് പോകുമല്ലോ. എന്തായാലും അതുവരെ ഞാൻ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം.
ഇത് ശരിയാവത്തില്ല. എങ്ങാനും ഇപ്പം നീ വീഴാതെ നിന്ന് ഞാനിനി വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതുവരെ കൊണ്ട് എത്തിച്ചിട്ട് അതിന് കുറച്ച് ദിവസത്തെ ഇതല്ലേ ഉള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം. നീ എന്തായാലും ടെൻഷൻ ആവണ്ട, ഒന്നും പറ്റിയില്ലല്ലോ എന്തായാലും. ഞാനേ ഒന്ന് കുളിക്കട്ടെ. ആകെ മൊത്തം ഇതായി. ഒരു 10-20 പിള്ളേരുണ്ടായിരുന്നു. ഒരിക്കൽ വന്നപ്പോഴൊരു സമയമായി. കൈയുടെ ഷോൾഡറിന് നല്ല വേദന. അമ്മ കണ്ട് അവിടുന്ന് കറിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. വന്നിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്, കാപ്പി ഉണ്ടാക്കി വെച്ചായിരുന്നു എന്ന് പറഞ്ഞു. ഇച്ചാനും കൂടെ ഉള്ളത് ഉണ്ടാക്കി കൊണ്ട് തന്നിട്ടുണ്ട് അപ്പുറത്ത്. അയലത്താണെങ്കിലും സ്വന്തം മക്കളെ പോലെ കാണുന്നത്. പിന്നെ അതിന്റെ അപ്പുറത്തെ ഒരു ചേച്ചി ഉണ്ടല്ലോ, ഒരു പേര് ഞാൻ മറന്നു. ആ ചേച്ചി എന്നിട്ട് ചക്ക പുഴുങ്ങിയതും മീൻ വറുത്തതൊക്കെ മറ്റേ ചേച്ചിയുടെ പേരെന്തായിരുന്നു? പ്രസന്നയോ? എന്തൊരു പേര് മറന്നുപോയി ഞാൻ. അതും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്നാ കുളിച്ചിട്ടോ? ഞാൻ കുളിച്ചിട്ട് വരാം. നീ എന്നാ കഴിക്കാൻ വല്ലോ എടുക്ക്. അങ്ങോട്ട് അവരെ വീട്ടിലേക്ക് പോവാ. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മുടെ ഡോറയുടെ 7ാം മാസത്തെ വളകാപ്പ് ചടങ്ങാണ്. രണ്ട്